ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ സമ്പത്ത് കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാടെങ്കിലും ആസൂത്രണമില്ലാതെ നടപ്പാക്കിയ പല പദ്ധതികളും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തുവെന്നാണ് വസ്തുത. കാലക്രമേണ അധികൃതർ മാറി ചിന്തിച്ചു തുടങ്ങിയെങ്കിലും ഇപ്പോഴും തുടരുന്ന ഈ അലംഭാവം ഈ ദിനത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള 10 കേന്ദ്രങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം, കേരളത്തിൻ്റെ ജീവശ്വാസം. എന്നാൽ അശാസ്ത്രീയമായി നടപ്പാക്കുന്ന വനവൽക്കരണ പദ്ധതികൾ നമ്മുടെ ജൈവസമ്പത്തിനെ തന്നെ ഇല്ലാതാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേവലം വ്യാവസായിക ലാഭം മാത്രം മുന്നിൽ കണ്ട് തദ്ദേശീയ വൃക്ഷങ്ങൾ വെട്ടിമാറ്റി വൈദേശിക വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചതാണ് പ്രധാനം. എതിർ സ്വരങ്ങളെ അടിച്ചമർത്തി യൂക്കാലിപ്സ്, അക്കേഷ്യ, ബ്ലാക്ക് വാറ്റിൽ തുടങ്ങിയവ നമ്മുടെ വനമേഖലകളിൽ ഇടം പിടിച്ചു. സ്വാഭാവികമായ പുൽമേടുകൾ ഇല്ലാതായതും ജലദൗർലഭ്യവും ഈറ്റ, മുള തുടങ്ങിയവയുടെ അഭാവവും വനാശ്രിത സമൂഹത്തിൻ്റെ ജീവിതം താളം തെറ്റിച്ചു. മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളും രൂക്ഷമാക്കി. നമ്മൾ നേരത്തെ പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈറ്റയും മുളയല്ലേ കൃഷി ചെയ്തിരുന്നത്. ആ രണ്ടും നടവുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വന്യമൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ആന പോലെയുള്ള ജീവികൾക്ക് അതൊരു തീറ്റയും കൂടെയാണ്. അവ സർക്കാരിന് പൾപ്പും കിട്ടും, അതേപോലെ ഈ വന്യമൃഗങ്ങൾക്ക് തീറ്റയാവും. 2017-18 വനംവകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 19,519 ഹെക്ടറിലാണ് വൈദേശിക മരങ്ങളുള്ളത്. ഇതിൽ 55 മുതൽ 66% വരെ ടെറിട്ടോറിയൽ ഫോറസ്റ്റും 40 മുതൽ 45% വരെ വന്യജീവി വിഭാഗത്തിനുമാണ്. വിവിധ പഠന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ പ്രകൃതിക്ക് ദോഷകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നായിരുന്നു 2017 സർക്കാർ തീരുമാനം. 27,000 ഹെക്ടർ സ്വാഭാവിക വനമാക്കി മാറ്റുമെന്ന് 2021 വനനയത്തിലും പറയുന്നു. വർക്കിംഗ് പ്ലാൻ കാലാവധി തീരുന്ന മുറയ്ക്ക് മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ടെന്നും പുതിയവ നട്ടുപിടിപ്പിക്കുന്നില്ലെന്നുമാണ് വനംവകുപ്പിന്റെ വാദം. മറിച്ച് നിലപാടെടുത്ത KFDCയുടെ നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലും തെറ്റു പറയാനാകില്ല. വാണിജ്യ സ്ഥാപനം നടത്താൻ ലാഭത്തിലാക്കാൻ വേണ്ടി വനം നശിപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതം മൊത്തം ജനങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അവരുടെ ജലദൗർലഭ്യം ഉണ്ടാവും, അവരുടെ ഭക്ഷണ സാധനങ്ങളില്ലാതെയാവും. അപ്പം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് കേവലം ഒരു വ്യവസായത്തിന് വേണ്ടി ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ ലാഭം എന്താണ്, അതിൻ്റെ പിന്നിൽ ആർക്കാണ് ഇതിനകത്തെ താല്പര്യം എന്ന് സർക്കാർ കൃത്യമായിട്ട് ഒരു ഉന്നതതല അന്വേഷണം നടത്തി ഈ തീരുമാനമെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യക്ഷമതയുടെ അളവുകോലാണ് ജൈവ വൈവിധ്യം. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന ജൈവ വൈവിധ്യത്തിൻ്റെ 1% മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ എന്ന കണക്കും ആശങ്ക ഉളവാക്കുന്നതാണ്. അതിരൂക്ഷമായ വരൾച്ച, കുടിവെള്ളക്ഷാമം, അനുദിനം വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം. അടുത്തിടെ നാം ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിനുള്ള പരിഹാരമൊന്നും തേടി അധികമൊന്നും പോകേണ്ട. മുമ്പ് നടപ്പാക്കിയ പദ്ധതികളുടെ വീഴ്ചകൾ തിരുത്തിയാൽ മതിയാകും. ഈ ദിനം അതിനൊരു തുടക്കമാകട്ടെ. ഇടുക്കിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ബിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.